ദുബായ് മെട്രോയിലും ട്രാമിലും ഇലക്ട്രിക് സ്കൂട്ടറുകൾ നിരോധിച്ചു. നിരോധനം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. ഇലക്ട്രിക് സ്കൂട്ടറുകൾ അശ്രദ്ധമായി ഓടിക്കുന്നത് നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മെട്രോയിലും ട്രാമിലുമെല്ലാം ഈ സ്കൂട്ടറുകൾ നിരോധിച്ചത്. ഇന്നു മുതൽ ദുബായ് മെട്രോ, ട്രാം എന്നിവയിൽ ഈ സ്കൂട്ടറുകൾ പ്രവേശിപ്പിക്കില്ലെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. ഈ സ്കൂട്ടറിൽ നിന്ന് പുകയുയർന്നതിനെ തുടർന്ന് ഈ മാസം 14-ന് ദുബായ് മെട്രോയുടെ സേവനം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടിരുന്നു. ഓൺ പാസീവ് മെട്രോ സ്റ്റേഷനിലായിരുന്നു സംഭവം. പുതിയ തീരുമാനത്തിന് ഇതും കാരണമായി. മെട്രോയിൽ ജോലി സ്ഥലത്തേക്ക് പോകുന്നവർ വീട്ടിൽ നിന്നും മെട്രോ സ്റ്റേഷൻ വരെയും മെട്രോ ഇറങ്ങിയ ശേഷം ഓഫീസ് വരെയുമാണ് ഈ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത്. 2022 മാത്രം 63,500 ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കാണ് ദുബായിൽ ലൈസൻസ് നൽകിയത്. തിരക്കേറിയ സമയത്ത് മെട്രോയിലും ട്രാമിലും ഈ സ്കൂട്ടറുകൾ കൊണ്ടുപോകുന്നത് സാധാരണ യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട്. ഇതിനിടെ ഇലക്ട്രിക് സ്കൂട്ടർ, സൈക്കിളുകൾ എന്നിവ ഉപയോഗിക്കുന്നവർ വരുത്തുന്ന നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ദുബായിൽ ഈ മാസം മുതൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തും. ഇത്തരം യാത്രക്കാരെ നിരീക്ഷിക്കുന്നതിനും നിയമലംഘനങ്ങൾ പിടികൂടുന്നതിനും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളാണ് ഉപയോഗിക്കുക. നിയമലംഘനം കണ്ടെത്തി പോലീസിന്റെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് 5 സെക്കൻഡിനുള്ളിൽ വിവരം കൈമാറാൻ ഇത്തരം റോബോട്ടുകൾക്ക് കഴിയും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.